പല്ലിന് അസഹ്യമായ വേദന. ഡോക്ടറെ പോയി കാണുമ്പോൾ പറയുന്നു ഡോക്ടർ പല്ലിന് പോടുണ്ട്, പല്ലിൻ്റെ പല്ല് അടയ്ക്കണം, ഒരു പല്ല് പൂർണ്ണമായും കേടുവന്നു, റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ പറയും ഡോക്ടറെ ഞാൻ പതിവായിട്ട് പല്ല് തേക്കുന്ന ആളാണ്, പല്ല് തേക്കുക എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് എടുത്ത് ഞാൻ വിശദമായിട്ടാണ് പല്ല് തേക്കുന്നത്, എന്നിട്ടും എനിക്ക് എങ്ങനെയാണ് പല്ല് കേടുവരുന്നതെന്ന് ചോദിക്കുന്നവരുണ്ട്. മനസ്സിലാക്കേണ്ടത് പലവിധ കാരണങ്ങൾ കൊണ്ട് പല്ലുകൾക്ക് കേടുപാടുണ്ടാവാം. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റിയിൽ വരുന്ന വ്യത്യാസം പല്ല് കേടുവരുന്നതിന് കാരണമാകും. പ്രധാനമായിട്ടും നിങ്ങൾ പല്ലിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് ഫൈബർ കണ്ടന്റ് വളരെയധികം കുറഞ്ഞ ഭക്ഷണങ്ങൾ പതിവായിട്ട് കഴിക്കുന്നവരാണെങ്കിൽ ഇവ പല്ലിൽ ഒട്ടിപ്പിടിക്കും. പ്രത്യേകിച്ച് ഈ ഗമ്മി പോലുള്ള ഭക്ഷണങ്ങൾ, മിഠായികൾ, അതേപോലെ വളരെ ജ്യൂസി ആയിട്ടുള്ള മധുര പലഹാരങ്ങൾ, പേസ്ട്രി പോലുള്ള സാധനങ്ങൾ കഴിക്കുമെങ്കിൽ ഇതെല്ലാം പല്ലിൻ്റെ വിടവുകളിൽ ഒട്ടിപ്പിടിച്ചിരിക്കാൻ കാരണമാകും. ഇവ വളരെ പെട്ടെന്ന് പല്ലുകൾക്ക് കേടുവരുന്നതിന് കാരണമാകും. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ രാത്രി കഴിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് പല്ലുകൾക്കകത്ത് ഇവയുണ്ടാക്കുന്ന ലാക്റ്റിക് ആസിഡ് ഡാമേജ് വരുന്നതിന് കാരണമാകും. വായിൽ ജീവിക്കുന്ന ബാക്ടീരിയകൾക്ക് ഇത്തരം ഭക്ഷണങ്ങൾ വളരെയധികം ഇഷ്ടമാണ്. വളരെ പെട്ടെന്ന് ഇത് പല്ലുകളിൽ പ്രവർത്തിച്ച് കേടുവരുന്നതിന് കാരണമാകുന്നുണ്ട്. ഇത് മാത്രമല്ല കാരണം, പല്ല് രാവിലെ വിശദമായി 10 മിനിറ്റിൽ തേക്കുന്നതിൽ ഒരു കാര്യമില്ല. നമ്മുടെ വായ്ക്കകത്ത് ജീവിക്കുന്ന ബാക്ടീരിയകളുടെ 90% ജീവിക്കുന്നത് നാവിനകത്തുള്ള ചെറിയ ചെറിയ കുഴികളിലാണ്. നാവ് ബ്രഷ് ചെയ്യുക എന്ന് പറയുന്നത് പല്ല് ബ്രഷ് ചെയ്യുന്നതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യമാണ്. രാവിലെ ബ്രഷ് ചെയ്യുന്നതിനേക്കാൾ പ്രധാനമാണ് രാത്രിയിൽ ബ്രഷ് ചെയ്യുന്നത്. ബ്രഷ് ചെയ്താൽ മാത്രം മതിയോ? പോരാ. നമ്മുടെ പല്ലുകളുടെ വിടവുകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഭക്ഷണശകലങ്ങൾ അത് ബ്രഷ് ചെയ്താൽ പോകത്തില്ല. ഇത്തരം ഭക്ഷണശകലങ്ങളെ ഒരു ഫ്ലോസ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് മാറ്റുക എന്ന് പറയുന്നത് പല്ല് വൃത്തിയാക്കുന്നതിന്റെ പ്രധാന ഘടകമാണ്. കാരണം പല്ലുകളുടെ വിടവുകൾക്കകത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന ഭക്ഷണം, അതിനകത്ത് ബാക്ടീരിയകൾ വർക്ക് ചെയ്ത് അവിടെ വളരെ പെട്ടെന്ന് ഇൻഫെക്ഷൻ ഉണ്ടാക്കി മോണരോഗമോ ഇല്ലെങ്കിൽ പല്ലുകൾ വളരെ പെട്ടെന്ന് കേടുപാടുണ്ടാക്കുന്നതിനോ കാരണമാകും. ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ കൃത്യമായിട്ട് പച്ചക്കറികളും പഴവർഗ്ഗങ്ങൾ, പേരയ്ക്ക പോലുള്ള പഴങ്ങൾ നമ്മൾ കടിച്ച് ചവച്ച് കഴിക്കുമ്പോൾ അതിനകത്തുള്ള നാരുകൾ പല്ലുകളിൽ ഒരു ചൂല് പോലെ വർക്ക് ചെയ്ത് പല്ലുകളെ ഓട്ടോമാറ്റിക്കലി ക്ലീൻ ആക്കി കൊണ്ടുപോകുന്നുണ്ട്. സോ ഇത്തരത്തിലുള്ള ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. രാത്രി നേരത്തെ പല്ല് തേച്ചിട്ട് കിടന്നുറങ്ങുക. ധാരാളം വെള്ളം കുടിക്കുക പോലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പല്ലുകൾക്ക് കേടുപാട് വരുന്നത് ഒഴിവാക്കാം. 6 മാസം കൂടുമ്പോഴെങ്കിലും നിങ്ങളുടെ ഒരു പല്ല് ഡോക്ടറെ കണ്ട് എന്തെങ്കിലും കേടുണ്ടോ എന്ന് പരിശോധിച്ചിരിക്കുന്നത് അത്യാവശ്യമുള്ള കാര്യമാണ്.